ബഹുമാനപ്പെട്ട മുത്തുനബിയുടെ കൂട്ടുകാരാ, നമ്മുടെ എല്ലാ അമലും, നമ്മുടെ നിസ്സാരവും, നമ്മുടെ നോമ്പും, നമ്മുടെ സുദഖയും, നമ്മുടെ സകാത്തും, അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്താൽ ആ സകലമായ അമലുകളും അല്ലാഹു സ്വീകരിക്കുന്നത് ഏതൊരു കാര്യമാണോ ആ ഒരു കാര്യത്തെ പറ്റി പറയുമോ ഉടൻ തന്നെ സൈദബിനത്തിലെത്തങ്ങൾ പറഞ്ഞു, അത് ശരിയാണ്, നമ്മൾ നിസ്കരിക്കുന്നവരാണ്, നമ്മൾ നോമ്പ് നോക്കുന്നവരാണ്, നമ്മൾ സുദഖ ചെയ്യുന്നവരാണ്, നമ്മൾ സകാത്ത് കൊടുക്കുന്നവരാണ്, തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ്, തസ്ബീഹ് നിസ്കരിക്കുന്നവരാണ്. എന്നാൽ ഈ നിസ്കാരം അല്ലാഹു സ്വീകരിച്ചു അങ്ങനെ അറിയാനോ, നോമ്പ് അല്ലാഹു സ്വീകരിച്ചു എങ്ങനെ അറിയാനോ, സകാത്ത് അല്ലാഹു സ്വീകരിച്ചു എങ്ങനെ അറിയാനാണ് സഹാബ? അതുകൊണ്ട് സഹാബത്തെ നമ്മുടെ ഇബാദത്ത് സ്വീകരിക്കണോ, നമ്മുടെ നോമ്പ് സ്വീകരിക്കണോ, അതിന് രണ്ടുപേരോടുള്ള മഹബ്ബത്ത് വന്നാ വല്ലാഹി 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 വല്ലാഹ് രണ്ടുപേരോടുള്ള മഹബ്ബത്ത് വന്നാൽ ഉറപ്പാണ് നിങ്ങളുടെ ഇബാദത്ത് അല്ലാഹു സ്വീകരിക്കും. ഈ രണ്ടുപേരോടുള്ള മഹബ്ബത്ത് ഇല്ലേ, നിങ്ങളുടെ നിസ്കാരം, പക്ഷേ നിങ്ങൾക്ക് ഒരുപാട് നിസ്കാരം ഉണ്ടാവും, നോമ്പുണ്ടാകും, സ്വതക്കയുണ്ടാകും. അതുപോലെ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ ഇവിടെ കടന്നിരുന്നുകൊണ്ട് ഇൽമ കേട്ട, നസീഹത്ത് കേട്ട ആ പ്രതിഫലമുണ്ടാവും. പക്ഷേ അതൊക്കെ നഷ്ടപ്പെട്ടു പോകും ഒരു സെക്കൻഡ് കൊണ്ട്. നിങ്ങൾ കാര്യം ഗൗരവമായി പറയാൻ, പക്ഷേ ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കല്ല, ഗൗരവമുള്ള വിഷയമാണ്.